എറണാകുളം ഹൈക്കോടതി ജംഗ്ഷനിൽ ഈ മാസം 16-നാണ് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ള സമരക്കാർക്ക് നേരെ പോലീസ് മർദ്ദനം നടന്നത്. DCP യതീഷ് ചന്ദ്രയുടെ നേതൃത്വത്തിൽ നടന്ന ലാത്തിച്ചാർജിലും മറ്റും നിരവധി പേർക്ക് പരിക്കേറ്റിരുന്നു. പുതുവൈപ്പിലും സമരക്കാർക്ക് നേരെ നടന്ന ലാത്തിച്ചാർജിൽ നിരവധി പേർക്ക് പരിക്കേറ്റു. ഇതു സംബന്ധിച്ച പരാതിയിലാണ് മനുഷ്യാവകാശ കമ്മീഷൻ ആക്ടിംഗ് ചെയർമാൻ രൂക്ഷ വിമർശനം നടത്തിയത്. പ്രധാനമന്ത്രിക്ക് തീവ്രവാദ ഭീഷണിയുണ്ടായെന്ന വാദം ജനങ്ങൾക്കെതിരായ മർദ്ദനത്തിന് ന്യായീകരണമല്ല. പ്രധാനമന്ത്രിയൊക്കെ വരിക എന്ന് പറഞ്ഞാൽ അതിന് മുമ്പ് IB എൻക്വയറിയും അവരുടെ ഇൻ്റലിജൻസിനും എല്ലാം വന്ന് ഒരുപാട് പരിശോധന റിപ്പോർട്ടുകളൊക്കെ ഉണ്ടാവും. അവർക്കൊന്നും ഇങ്ങനെ ഒരു ഇൻഫർമേഷൻ കിട്ടിയിട്ടില്ല. പ്രൈം മിനിസ്റ്റർ വരുന്നു എന്ന കാരണം കൊണ്ട് അവരെ പിടിച്ച് തല്ലുക എന്ന് പറയുന്നത് ഒട്ടും ന്യായീകരിക്കരുത്. പോലീസിന് ആരെയും ശിക്ഷിക്കാൻ അധികാരമില്ലെന്ന് കമ്മീഷൻ ആക്ടിംഗ് ചെയർമാൻ പറഞ്ഞു. ഹൈക്കോടതി ജംഗ്ഷനിൽ നടന്ന പോലീസ് അതിക്രമത്തിൽ വിശദീകരണം നൽകണമെന്ന് എറണാകുളം DCP യതീഷ് ചന്ദ്രയോട് കമ്മീഷൻ ആവശ്യപ്പെട്ടു. ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫ് പോലീസ് ശ്രീ യതീഷ് ചന്ദ്രയെ ഞാൻ വിളിപ്പിച്ചിരുന്നു. ഇന്ന് ഞാൻ കൊടുക്കുമ്പോഴാണ് അയാൾക്ക് പരാതിയുടെ പകർപ്പ് കിട്ടുന്നത് എന്ന് പറഞ്ഞ് അയാൾ സമയം ചോദിച്ചു പോയിരിക്കുക. ആലുവയിൽ നടന്ന മനുഷ്യാവകാശ കമ്മീഷൻ സിറ്റിംഗിൽ ദേശീയ മനുഷ്യാവകാശ മിഷൻ എന്ന സംഘടനയുടെ ചെയർമാൻ മനു C. മാത്യു ആണ് പരാതി നൽകിയത്. മീഡിയ 1 കൊച്ചി.